സാറേ, പാർലമെൻറ്റിലടക്കം BJP പ്രതിനിധികൾ ഇന്നലെ പറഞ്ഞൊരു വാക്കാണ് OCCRP. എന്താണ് ഈ OCCRP? വലിയ ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. അതും രാഹുൽ ഗാന്ധിയുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. OCCRPക്ക് രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധമുണ്ട് എന്ന് MP സംബിത് പാത്ര BJPയുടെ പുറത്ത് പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. രാജ്യസഭയിലെ BJPയുടെ MP സുധാംശു ചതുർവേദി ഉന്നയിച്ചിരുന്നു. ഏതായാലും ഈ അദാനിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. OCCRP എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മുകളിൽ കിടക്കട്ടെ എന്ന് BJPയും വിചാരിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ പറയാൻ എത്രയാ കാര്യങ്ങളുള്ള നാഷണൽ ഹെറാൾഡ് തട്ടിപ്പോക്കുകയില്ലേ. ഈ OCCRP എന്നുള്ള പേര് ഞാൻ ചില ചർച്ചകളിൽ പറയാറുണ്ട്, ഈ ജോർജ് സോറോസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. മാത്രമല്ല OCCRP എന്ന് പറഞ്ഞാൽ അതൊരു മാധ്യമം ആണ്, അമേരിക്കൻ മാധ്യമം. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടേഴ്സ്, അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണെന്നാണ് ഭാവിക്കാറ്. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ്, ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ്, OCCRP. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാർഡിയൻ, ഈ ബ്രിട്ടീഷ് തൊഴിലാളി വർഗ പത്രമാണല്ലോ ഗാർഡിയൻ, അത് സ്ഥിരമായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ ചില ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് ഞെട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ഗാർഡിയൻ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു ഈ OCCRP. തുടക്കത്തിലൊക്കെ ഇത് കൊള്ളാമല്ലോ, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടേഴ്സ് ആഗോളതലത്തിൽ ഒത്തുചേർന്നിട്ട് പല രാജ്യങ്ങളിലും നടക്കുന്ന അഴിമതിയൊക്കെ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നാൽ കൊള്ളാമല്ലോ എന്ന് തോന്നിയിരുന്നു. പിന്നീട് നമുക്ക് അതിൻ്റെ ഫോക്കസൊക്കെ കാണുമ്പോൾ സംശയം വരുമല്ലോ. അപ്പോൾ ജോർജ് സോറോസും ഒക്കെ ആയിട്ട്, ജോർജ് സോറോസിൻ്റെയും അമേരിക്കൻ സർക്കാരിൻ്റെയും ഫണ്ടിങ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് OCCRP, ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ്. OCCRP എന്ന് പറഞ്ഞാൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടല്ലോ അമേരിക്കൻ സർക്കാരിൻ്റെയും ജോർജ് സോറോസിൻ്റെയൊക്കെ. ഇതനുസരിച്ച് ചില റിപ്പോർട്ടുകൾ ഇപ്പം ഇന്ത്യക്കെതിരെ അന്വേഷിച്ച് അത് കണ്ടുപിടിച്ചു, കോവിഡ് വാക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിക്കും. പല വായനക്കാർ ഇതൊക്കെ ശരിയാണെന്നൊക്കെ ധരിക്കും. ഇപ്പോൾ ഈ OCCRP ഇന്ത്യയിൽ പാർലമെൻറ്റ് സമ്മേളനം ചേരുന്നതിന് മുമ്പ് എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം പ്രസിദ്ധീകരിക്കും. രാഹുൽ ഗാന്ധി അത് അടുത്ത ദിവസം പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ചെയ്യും. ഇത് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയാം. അപ്പോൾ ജോർജ് സോറോസുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും ഈ OCCRPക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് BJP MPമാർ ഇന്നലെ ഉന്നയിച്ച വിഷയം. രാഹുൽ ഒറ്റുകാരനാണെന്ന് പറയാൻ എനിക്ക് ഒരു സംശയവുമില്ല എന്ന് സംബിത് പാത്ര പറഞ്ഞിരുന്നു. ഇന്ത്യയെ അട്ടിമറിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. എന്നിട്ട് ഈ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് സലിൽ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ. കർണാടകയിൽ വെച്ചിട്ട് ഇത് സലിൽ ഷെട്ടിയും പങ്കെടുത്തിരുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ സോറോസിനെ പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോറോസിൻ്റെ ഫണ്ടിങ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നും സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് സലിൽ ഷെട്ടി കർണാടകയിൽ വെച്ച് അതിൽ പങ്കെടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇന്നലെ ഇവരും വീണ്ടും പറയുകയുണ്ടായി. അപ്പോൾ അമേരിക്കൻ സർക്കാരാണ് OCCRPയെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമം മീഡിയ പാർട്ട് OCCRP എന്താണെന്ന് കഴിഞ്ഞ ദിവസം എക്സ്പോസ് ചെയ്തിരുന്നു. ഫ്രഞ്ച് മാധ്യമം മീഡിയ പാർട്ട്, അതും ഈ സുധാംശു ത്രിവേദി ഈ മീഡിയ പാർട്ട് OCCRP എക്സ്പോസ് ചെയ്ത് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളും രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. K. ലക്ഷ്മൺ MPയും പറഞ്ഞിരുന്നു. 2021 ജൂലൈ 1 അന്ന് OCCRP ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. വലിയ അന്വേഷണാത്മക റിപ്പോർട്ടാണെന്നും പറഞ്ഞിട്ട്. ഡേറ്റ് നോക്കണം, 2021 ജൂലൈ 1. ബ്രസീൽ ഇന്ത്യയുമായി $324 മില്യൺ കോവാക്സിൻ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. ജൂലൈ 1 ആണ് റിപ്പോർട്ട്. ജൂണിൽ തന്നെ പിന്മാറിയിരുന്നു ബ്രസീൽ. അത് നമ്മൾ
ജനങ്ങളെയൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത് കരാർ വേണ്ടെന്ന് വെച്ചു എന്നുള്ളത്. ജൂലൈ 2-ന് ജൂലൈ 1-ന് OCCRP പ്രസിദ്ധീകരിച്ചു. ജൂലൈ 2-ാം തീയതി രാഹുൽ ആ റിപ്പോർട്ട് ഉദ്ധരിച്ചു. അടുത്ത ദിവസം തന്നെ ജൂണിൽ ഈ വാർത്ത വന്നു കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, വന്നതാണ്. ഇന്ത്യയെ താറടിക്കാനാണ് പിന്നെയും ജൂലൈയിൽ ആവർത്തന വിരസമായിട്ടേ പറയുന്നത്. ജൂണിൽ ഓർഡർ നമ്മൾ റദ്ദാക്കിയിരുന്നു ബ്രസീലുമായിട്ടുള്ളത്. എന്നിട്ടൊരു പുതിയ സംഭവം പോലെ ബ്രസീൽ എന്തോ നമ്മുടെ ഈ വാക്സിൻ കുഴപ്പം പിടിച്ചാണെന്ന് പറഞ്ഞിട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ടൊരു കഥ, തിരക്കഥ മെനഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് പാർലമെന്റിൽ ഉദ്ധരിക്കുക. പാർലമെന്റ് സമ്മേളനത്തിനൊക്കെ മുമ്പ് OCCRP എന്തെങ്കിലും പറയും. രാഹുൽ ഗാന്ധി അത് തത്തമ്മേ പൂച്ച പോലെ, മുതലാളി ജോർജ് സോറോസ് ആണല്ലോ, പറഞ്ഞാൽ ചെയ്യണ്ടേ. പെഗാസസ് എന്ന് പറഞ്ഞൊരു വിവാദം ഓർക്കുന്നില്ലേ? ഒരു മറ്റേ സോഫ്റ്റ്വെയർ മൊബൈലിലൊക്കെ ആളുകളുടെയൊക്കെ ഇസ്രായേൽ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് OCCRP കൊണ്ടുവന്ന് നാഷണൽ ഹെറാൾഡ് കേസില്ലേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ അതെന്താണെന്ന്. 5 ലക്ഷം രൂപ മുടക്കിയിട്ട് 5000 കോടി രൂപ നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് തട്ടിയെടുത്തു സോണിയാഗാന്ധിയും രാഹുലും. ഇത് നടന്ന സംഭവമൊക്കെ ഞാൻ പറയുകയും ചെയ്തതാണ്. പക്ഷെ എന്നിട്ട് OCCRP ഒരു റിപ്പോർട്ടിലെ ഈ നാഷണൽ ഹെറാൾഡ് കേസ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ട് BJP ഉണ്ടാക്കിയ കേസാണെന്ന് പറഞ്ഞിരുന്നു. OCCRP വെള്ളപൂശലും ഉണ്ട്, കഥ ഉണ്ടാക്കലും ഉണ്ട്. OCCRPയിൽ ഒരു ബംഗ്ലാദേശ് പത്രപ്രവർത്തകനുണ്ട്, മുഷ്ഫീഖുൽ ഫസൽ അൻസാരി. ഈ മുഷ്ഫീഖുൽ ഫസൽ അൻസാരിയെ രാഹുൽ ഗാന്ധി കണ്ടിരുന്നു. ഇയാളുടെ ചിത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഡൽഹി കലാപത്തിന് ചൈനയുടെ പണം ഷർജിൽ ഇമാമിന് കിട്ടിയിരുന്നു. ഈ കലാപം നടത്തിയവരിൽ ഒരുത്തനാണ് ഷർജിൽ ഇമാം. ഷർജിൽ ഇമാമിന് കലാപം നടത്താനായിട്ട് ചൈന പണം കൊടുത്തിരുന്നു. OCCRPയിലെ ആനന്ദ് മംഗ്നാലെ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകനാണ് ഈ പണം കൊണ്ടുപോയി ഷർജിൽ ഇമാമിന് കൈമാറിയത്, ചൈനയുടെ പണം. ഈ ആനന്ദ് മംഗ്നാലെ എന്ന് പറഞ്ഞയാൾ രാഹുൽ ഗാന്ധിയുടെ സുഹൃത്താണ്. ഇത് കഴിഞ്ഞ ദിവസം സുധാംശു ത്രിവേദി പറഞ്ഞിരുന്നു. ഈ മീഡിയ പാർട്ട് ഫ്രഞ്ച് മാധ്യമം OCCRPയെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇത് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇതുണ്ടായെന്നൊക്കെ. ഈ അമേരിക്കയിലെ സംഘടനകൾ, ചില സംഘടനകൾ അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ മറ്റേ മാധ്യമ സംഘടനയാണിത്. $47 മില്യൺ അമേരിക്കൻ സർക്കാരിൽ നിന്ന് ഈ OCCRPക്ക് കിട്ടുന്നുണ്ട്. OCCRPയുടെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ തുകയല്ല. $14 മില്യൺ ബ്രിട്ടൻ, സ്വീഡൻ, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, സ്ലൊവാക്യ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് $1.1 മില്യൺ കിട്ടുന്നുണ്ട്. അതായത് യൂറോപ്പും അമേരിക്കയും ഇതിൽ കക്ഷികളാണ് OCCRPയിൽ. 2014 മുതൽ 2023 വരെ OCCRPയുടെ ബജറ്റിൻ്റെ 70% അമേരിക്കയിൽ നിന്നാണ് വന്നത്. അതിൽ 52% US സർക്കാർ കൊടുത്താണ്. ബാക്കിയൊക്കെയാണ് ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനൊക്കെ. അതായത് 18% തുക. ഈ അമേരിക്കൻ ഫണ്ട് കിട്ടി എന്നുള്ളത് OCCRP പരസ്യമായിട്ട് പറയാറില്ല. അതിൻ്റെ ബജറ്റിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രേഖകളിലും ഇത് വെളിപ്പെടുത്താറില്ല അമേരിക്കൻ ഫണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ ഫോർഡ് ഫൗണ്ടേഷൻ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, അതിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട്. ഫോർഡ് ഫൗണ്ടേഷൻ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, CIA സാംസ്കാരിക പോഷക സംഘടനകളാണത്, ഫൗണ്ടേഷനുകളാണ് അത്. അപ്പോൾ CIA ആണ്
OCCRP നയിക്കുന്നത് എന്നർത്ഥം, വളഞ്ഞ വഴിക്ക്. അതിൻ്റെ ഒരു CIAയുടെ ഒക്കെ ഒരു മാധ്യമ സംഘടന എന്ന് കരുതാം. ഇടത് ഗ്രൂപ്പുകളും ഇതുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. 3 വർഷമായി ഇന്ത്യയിൽ, കഴിഞ്ഞ 3 കൊല്ലമായി ഇന്ത്യയിൽ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് OCCRP എന്തെങ്കിലും വെടി പൊട്ടിക്കും. വെടിയെന്ന് പറഞ്ഞാൽ ഉണ്ടയില്ല വെടി പൊട്ടിക്കും. 2021 ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കർഷക കലാപം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. 2021 വർഷകാല സമ്മേളനത്തിന് തൊട്ട് മുമ്പായിരുന്നു പെഗാസസ്. 2023 ജനുവരി ബജറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഹിൻഡൻബർഗ്, അദാനിക്കെതിരെ ആ റിപ്പോർട്ട്. BBC ഡോക്യുമെൻ്ററി ഉണ്ടല്ലോ മോദിയെ പറ്റി ഒരെണ്ണം, വിദ്വേഷം പരത്തുന്ന ഈ ഗുജറാത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ആണ് ജനുവരി 2023 മുമ്പ് അതിൻ്റെ വിവരങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. 2023 ജനുവരിയിലെ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ്. 2023 ജൂലൈയിലെ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ് മണിപ്പൂരിലെ സംഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ, അതിലെ കാര്യങ്ങൾ. പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡ് വാക്സിൻ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത്. 2024 ഇപ്പോൾ കഴിഞ്ഞ ബജറ്റ് സെഷൻ ഉണ്ടല്ലോ, ഫെബ്രുവരി, അതിന് തൊട്ട് മുമ്പാണ് രണ്ടാമത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നത്. അദാനിക്കെതിരായിട്ടുള്ള ചീറ്റിപ്പോയത് ഒരു ദിവസം പോലും നിന്നില്ല. ഇപ്പോൾ അദാനിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ OCCRP പ്രസിദ്ധീകരിച്ചിട്ടിരിക്കുകയാണ്. അതാണ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി മാത്രം, അല്ലെങ്കിൽ കോൺഗ്രസ് മാത്രം മുൻകൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഇന്ത്യ മുന്നണി സഖ്യകക്ഷികൾക്കും വേണ്ട അത്. സാർ, ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ OCCRP പുതിയ സംഭവമായി വരുന്നത്, ഇത് ചർച്ച ചെയ്യണം, ഇത് അജണ്ടയിലേക്ക് വരണം, ഒപ്പം അവർക്ക് മറയ്ക്കാനുള്ളത് മറച്ചു വെക്കുകയും ചെയ്യാം, ഇതിലൂടെ ഒരു തെറ്റായ രീതിയിൽ ഇതിനെ നയിക്കുക, ഇതായിരിക്കില്ല ഉദ്ദേശം? അതാണല്ലോ, പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാക്കണം. പാർലമെൻറ്റിൽ കോൺഗ്രസിനെതിരായ കാര്യങ്ങളൊന്നും വരരുത്. കോൺഗ്രസിനെതിരായ കാര്യങ്ങൾ ഉന്നയിക്കാമല്ലോ. ഇപ്പം ഇന്ന് തന്നെ രാജ്യസഭയിലെ 222 നമ്പർ സീറ്റിൽ നിന്ന് ഇന്നലെ മറ്റേ രാജ്യസഭ അഡ്ജേൺ ചെയ്തൊക്കെ പോയല്ലോ. അത് കഴിഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ പരിശോധിക്കുമ്പോൾ സീറ്റ് നമ്പർ 222 നിന്ന് കുറേ ബണ്ടിലുകൾ, നോട്ട് കെട്ടുകൾ കിട്ടി. ഇന്ന് രാജ്യസഭയിൽ വലിയ പ്രശ്നമായ സംഭവമാണ് ഞാനീ പറയണേ. അത് ഇന്ന് മറ്റേ അതിനെ സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ കാര്യമൊക്കെ ജഗ്ദീപ് ധൻഖർ, ഉപരാഷ്ട്രപതിയാണല്ലോ രാജ്യസഭ നയിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരുന്നു, വെറുതെ എല്ലാ MP-മാരെയും സംശയം നിലയിൽ നിർത്തരുത്, ഏത് MP-യുടെ സീറ്റിൽ നിന്നാണ് എന്ന് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു, ഖാർഗെ. അപ്പോൾ ധൻഖർ പറഞ്ഞു, ഏതായാലും ആവശ്യപ്പെട്ടതല്ലേ, അത് മനു അഭിഷേക് സിംഗ്വിയുടെ സീറ്റിൽ നിന്നാണ് എന്ന് വെളിപ്പെടുത്തി. അതോട് കോൺഗ്രസിന് ചീട്ട് കീറി. പിന്നെ വീണ്ടും ഖാർഗെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വെറുതെ ആളുകളെ പറ്റി അതും പറയരുത്, ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം. സിംഗ്വി പറഞ്ഞു, ഞാൻ 500 രൂപയുടെ നോട്ടുമായിട്ടാണ്, ആകെ 500 രൂപയുടെ നോട്ടുമായിട്ടാണ് രാജ്യസഭയിലേക്ക് പോയത്. മാത്രമല്ല ഞാൻ 3 മിനിറ്റ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ 222 സീറ്റിൽ അത് വന്നു. എന്തിനായിരുന്നു രാജ്യസഭയിലേക്ക് കറൻസിയൊക്കെ ആയിട്ട് പോയത്? കുറച്ച് നിഗൂഢമായ കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ കുറേ നിഗൂഢമായ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ മറ്റേ നാഷണൽ ഹെറാൾഡും ഒക്കെ ചർച്ച ചെയ്യാമല്ലോ. BJP വേറെ കാര്യങ്ങൾ കൊണ്ടുവരും. BJP വേറെ കാര്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. അവിടെ പഴയ പല കാര്യങ്ങളും രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ 2 സ്ഥലത്തും. ഇപ്പം അങ്ങനെയാണ് ഇവർ OCCRPയുടെ കാര്യം ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നലെ ഉന്നയിച്ചത്. അതും കൂടിയൊക്കെ ചർച്ച നടക്കട്ടെ എന്നേ. നമ്മുടെ പ്രേക്ഷകർ OCCRP എന്താണെന്ന് മനസ്സിലാക്കി കാണുമല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.